ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് അറേയിൽ വരുന്ന മാപ്പ് എന്ന മെത്തേഡിനെ കുറിച്ചാണ്. ഒരു അറേയെ മാറ്റങ്ങൾ ഒന്നും വരുത്താതെ തന്നെ ആ അറേയിലെ വാല്യൂ പുതിയൊരു രൂപത്തിലേക്കായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അറേ മാപ്പ് എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ വന്ന് നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ സ്ക്രിപ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഇവിടെ നമ്മളൊരു അറേ ക്രിയേറ്റ് ചെയ്യാണ്. അറേൻ്റെ പേര് ചേർത്ത് കൊടുത്തു, ഈക്വൽ ടു. ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു പോയിന്റ് വരുന്ന കുറച്ച് ഡിസിമൽ വാല്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2.1, അതേപോലെ തന്നെ 3.5 ചോയ്സാണ് ഇഷ്ടമുള്ളത്, നമുക്ക് ചേർത്ത് കൊടുക്കാം. 4.7 അങ്ങനെ കുറച്ച് പോയിന്റ് വരുന്ന നമ്പേഴ്സ് ഞാനിവിടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ വന്ന് സ്റ്റേറ്റ്മെന്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ പുതിയൊരു വേരിയബിൾ കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, വാർ. എന്നിട്ട് ഇതിന് നമ്മളിവിടെ പേര് കൊടുക്കുന്നത് ന്യൂ അറേ എന്നാണ്. ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കുക. ഈ പേര് തന്നെ ആവണമെന്നില്ല. ഈക്വൽ ടു നമ്മൾ ആദ്യം കൊടുത്ത അറേന്റെ പേര് ഇവിടെ ചേർത്ത് കൊടുക്കുക, ഡോട്ട്. എന്നിട്ട് ഇതിന് ശേഷം മാപ്പ് എന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്താണോ ചെയ്യേണ്ടത്, ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് മാത്ത് എന്ന ഫംഗ്ഷൻ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ വാല്യൂസുകളൊക്കെ നമുക്ക് റൗണ്ട് ആക്കുകയാണ്. റൗണ്ട് എന്ന് പറഞ്ഞാൽ ആ പോയിന്റ് ഒഴിവാക്കിയിട്ട് കിട്ടുന്ന വാല്യൂസിനെയാണ് നമ്മൾ റൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ വാല്യൂസുകളൊക്കെ നമ്മൾ റൗണ്ട് ആക്കുകയാണ്. ഇനി ഇവിടെ വന്ന് നമുക്കതൊന്ന് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഡിസ്പ്ലേ ചെയ്യാൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന രൂപത്തിൽ തന്നെ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ്, അതിനുശേഷം നമുക്ക് ഏതാണോ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് ആ അറേന്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ന്യൂ അറേ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം സ്റ്റേറ്റ്മെന്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ഇതൊന്ന് പ്രിന്റ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇത് പ്രിന്റ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരുന്ന വാല്യൂസ് ഒക്കെ എന്ത് ചെയ്യാണ്, പോയിന്റ് വരുന്ന വാല്യൂസ് ഉണ്ട്. ഇതിനെ ഈ മാത്ത് എന്ന ഫംഗ്ഷന് വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ഇതിനെ നമുക്ക് ആ പോയിന്റ് ഒഴിവാക്കിയിട്ട് പുതിയൊരു രൂപത്തിലേക്ക് അറയിലായിട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് വരും. അപ്പോൾ ഇത്തരത്തിൽ കൊടുത്ത അറേന്റെ വാല്യൂസിനെ തന്നെ നമുക്ക് പുതിയൊരു രൂപത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുന്നത്, അറേ മാപ്പ് എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. അടുത്തതായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നതാണ് ജാവാസ്ക്രിപ്റ്റ് അറേ ഫ്ലാറ്റ് മാപ്പ് മെത്തേഡ്. ഫ്ലാറ്റ് എന്ന ഫംഗ്ഷൻ മെത്തേഡ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മാപ്പ് എന്ന മെത്തേഡ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ഇത് രണ്ടും കൂടി ചേർന്ന് വരുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്ലാറ്റ് മാപ്പ് മെത്തേഡ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഓക്കെ, സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ സ്ക്രിപ്റ്റ് എന്ന് എഴുതി. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊരു അറേ ക്രിയേറ്റ് ചെയ്യാണ്, വാർ അറേ ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് വാല്യൂസ് ചേർത്ത് കൊടുക്കുകയാണ്. ചോയ്സ് ആണ്, ഇഷ്ടമുള്ള വാല്യൂസ് എന്താണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാൻ ഞാൻ ഈ രൂപത്തിൽ കുറച്ച് വാല്യൂസ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം സ്റ്റേറ്റ്മെന്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഇനി ഇവിടെ വന്ന് പുതിയൊരു അറേ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്, വാർ. ഇതിന് നമ്മൾ ന്യൂ അറേ എന്ന് ചേർത്ത് കൊടുത്തു. ചോയ്സ് ആണ്, ഇഷ്ടമുള്ള പേരെന്താണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈക്വൽ ടു നമ്മൾ മുകളിൽ കൊടുത്ത അറേന്റെ പേര് ഇവിടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ വന്ന് ഫ്ലാറ്റ് മാപ്പ് എന്നൊരു ഫംഗ്ഷന് കൂടി ചേർത്ത് കൊടുത്തു, ഫ്ലാറ്റ് മാപ്പ്. ഓക്കെ, അതിനുശേഷം ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ പുതിയൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, എക്സ്. ആരോ ഈക്വൽ ടു, അതിനുശേഷം ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇടുന്നതിനാണ് നമ്മൾ ആരോ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു അറേ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, രണ്ടെണ്ണം ഓപ്പൺ ചെയ്യുക. ഇതിനെ നമ്മൾ എക്സ് എന്ന് പറയുന്നത് നമ്മൾ ആ കൊടുത്ത വാല്യൂസിനെ, അറേയിലുള്ള വാല്യൂസിനാണ് എക്സ് എന്ന് പറയുന്നത്. ഇതിനെല്ലാം എന്ത് ചെയ്യാണ്, 2 കൊണ്ട് ഹരിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഇവിടെ വന്ന് സ്റ്റേറ്റ്മെന്റ് വെച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ പ്രിന്റ് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് ആ പുതിയ അറേന്റെ പേരെന്താണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. സ്റ്റേറ്റ്മെന്റ് വെച്ച് ക്ലോസ് ചെയ്യാം. ഇതൊന്ന് റണ്ണ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇത് റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്കിവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വരുന്നുണ്ട്. അപ്പം നമുക്കിതൊന്ന് മാറ്റിയിട്ടൊന്ന് എഴുതാം. ഓക്കെ, ഞാനിത് ഈ രൂപത്തിലേക്കാക്കി മാറ്റുന്നുണ്ട്. നേരത്തെ ചെയ്ത് തന്നെയാണ്, വ്യത്യാസമൊന്നും വരുന്നില്ല. ഇത് ഞാൻ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ വന്ന് വേരിയബിൾ അറേ ക്രിയേറ്റ് ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ വാല്യൂസ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ വന്ന് പ്രിന്റ് ചെയ്യേണ്ടത് നേരിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് ചേർത്ത് കൊടുക്കുന്ന രൂപത്തിലാണ് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് അറേ നമ്മളിവിടെ കൊടുത്ത മെത്തേഡ് ഫ്ലാറ്റ് മാപ്പ് എക്സ് ഇട്ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ, അതായത് ആരോ ഇട്ടു. അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എക്സിനെ നമ്മൾ 2 കൊണ്ട് ഹരിച്ചു. ഇതൊന്ന് നമുക്ക് റണ്ണ് ചെയ്യിക്കുമ്പോൾ ഇതിനെ നമുക്ക് 2 കൊണ്ട് ഹരിച്ചാൽ എത്രയാണോ നമുക്ക് വാല്യൂ കിട്ടുന്നത് ആ ആൻസർ ആയിരിക്കും പ്രിന്റ് ചെയ്യുക.
ഓക്കെ, ആദ്യത്തെ വാല്യൂവിനെ നമ്മൾ 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 1നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ 1 എന്ന് കിട്ടി. അതേപോലെ 2നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 2 എന്ന് കിട്ടി. അതേപോലെ 3നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ അങ്ങനെ ഇതിനെ ഓരോന്നിനെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാണോ വാല്യൂ കിട്ടുന്നത് ആ വാല്യൂ ആണ് നമുക്ക് ഇവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഫ്ലാറ്റ് അതേപോലെ മാപ്പ് എന്ന 2 മെത്തേഡ് കൂടി ഒരേ രൂപത്തിൽ വർക്ക് ചെയ്യിക്കാൻ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫ്ലാറ്റ് മാപ്പ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇതേ രൂപത്തിൽ തന്നെ വരുന്നതാണ് മറ്റൊരു മെത്തേഡാണ് ജാവാസ്ക്രിപ്റ്റ് അറേയിൽ വരുന്ന മറ്റൊരു മെത്തേഡാണ് എവരി എന്ന മെത്തേഡ്. കൊടുക്കുന്ന കണ്ടീഷൻ അനുസരിച്ച് അറേയിലെ വാല്യൂ ട്രൂ ആണോ അതോ ഫാൾസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ. നമ്മളിപ്പോൾ ഒരു കണ്ടീഷൻ കൊടുക്കുകയാണെങ്കിൽ അത് അറേയുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യലാണ് ഈ എവരി എന്ന മെത്തേഡിൻ്റെ അറേയിൽ വരുന്ന എവരി എന്ന മെത്തേഡിൻ്റെ ഫംഗ്ഷനായിട്ട് വരുന്നത്. അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ സ്ക്രിപ്റ്റ് എന്ന് എഴുതി അതിനുശേഷം നമ്മളിവിടെ വന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഈ വേരിയബിളിന് നമ്മളിവിടെ വന്ന് ഒരു മാർക്സ് എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു അറേ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് മാർക്കുകൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇഷ്ടമുള്ള മാർക്കുകൾ എന്താണോ അത് നമുക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ കുറച്ച് മാർക്കുകൾ എൻ്റർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഇനി ഇവിടെ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടാണ് ഞാനിത് പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ഫംഗ്ഷന് കൊടുത്തു. ഈ ഫംഗ്ഷൻ്റെ പേര് ഞാനിവിടെ വന്ന് ചെക്ക് എന്ന് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ പാരാമീറ്റർ വാല്യൂ ആയിട്ട് ഞാൻ വാല്യൂ എന്ന് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിവിടെ വന്ന് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ വന്ന് റിട്ടേൺ ചേർത്ത് കൊടുത്തു. റിട്ടേൺ വാല്യൂ നമ്മൾ പാരാമീറ്റർ ആയിട്ട് ചേർത്ത് കൊടുത്തത് ഗ്രേറ്റർ ദാൻ 30. അതായത് ഈ അറേൻ്റെ ഉള്ളിലുള്ള വാല്യൂസ് ഒക്കെ 30ൻ്റെ മുകളിലാണെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ട്രൂ എന്ന വാല്യൂസ് പ്രിന്റ് ചെയ്ത് വരും. പക്ഷേ ഇത് ഫാൾസ് ആയിരിക്കും പ്രിന്റ് ചെയ്ത് വരിക. കാരണം ഇതിൽ 30ൻ്റെ മുകളിൽ താഴെ വരുന്ന 20 എന്ന വാല്യൂ വരുന്നത് കൊണ്ട് ഇതിൻ്റെ ആൻസർ റിട്ടേൺ ചെയ്യുന്നത് എന്തായിരിക്കും? ഫാൾസ് എന്നായിരിക്കും. ഓക്കെ, ഇനി റിട്ടേൺ ചെയ്യുന്ന വാല്യൂ നമുക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്ന് ഡോക്യുമെന്റ് .write ഇട്ടതിന് ശേഷം മാർക്സ്, നമ്മൾ അറേൻ്റെ പേരാണ് മാർക്സ്. എന്നിട്ട് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ പോകുന്ന ഫംഗ്ഷൻ്റെ പേരായ എവരി എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ വന്ന് നമ്മളെ ഫംഗ്ഷൻ്റെ പേരായ ചെക്ക് എന്നും ഞാനിവിടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ വന്ന് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത് റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്കിവിടെ വന്ന് ഇതിൻ്റെ ആൻസർ ഫാൾസ് ആയിരിക്കും വരിക. കാരണം ഇവിടെ 20 എന്ന വാല്യൂ വരുന്നത് കൊണ്ട്. ഈ 20 എന്ന വാല്യൂവിന് പകരം നമ്മളിവിടെ 50 ചേർത്ത് കൊടുത്തതെങ്കിൽ ഇത് ട്രൂ ആയിരിക്കും വരിക. കാരണം ഇതിൽ എല്ലാ വാല്യൂസും എന്തിൻ്റെ മുകളിലാണ് വരുന്നത്? 30ൻ്റെ മുകളിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നെടുത്ത ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.